പൊന്നു നാട്ടുകാരെ, നമുക്ക് ലേശം ഐസ്ക്രീം കഴിച്ചാലോ? বন্ধু দেখো এরকম আইসক্রিম 100% നേച്ചുറൽ പ്രൊഡക്റ്റാ. বলবো দেখো ഒരു തരി മായം കലർത്തിയിട്ടില്ല. বলবো দেখো നല്ല പച്ചക്ക് പറഞ്ഞു കുടിച്ചുകൊണ്ട് വെച്ചതാ. ഐസ്ക്രീം ബാങ്ക് എന്തോ എനിക്ക് കോൽ ഐസ്ക്രീം പിടിച്ചില്ല, കുറച്ച് കപ്പ് ഐസ്ക്രീം ആയാലോ? എന്തുവാണ് അവിടെ ഉണ്ടാക്കുന്നേ? മക്കളെ, ആ തുണി നിങ്ങളുടെ കൂടെ ജനിച്ചാണോ? അല്ലേ, ആ തുണി കണ്ടിട്ട് ഏത് വർഷം അലക്കിയെന്ന് മനസ്സിലാവണില്ല. ഓ, കപ്പ് വേണ്ട, ഒരു ചോക്കോബാർ ആയാലോ? ചേട്ടാ, മുക്കിയത് ചാണകത്തിലാണോ കോൺക്രീറ്റിലാണോ? ഓ, ചോക്ലേറ്റ് സെറ്റ് ആയാലോ? ഒരു കുൽഫി ആയാലോ? ചേട്ടാ, ഇതേതാ ഫ്ലേവർ? മണ്ണാണോ? ഓഹോ, വേണ്ട, എനിക്ക് ഐസ്ക്രീം വേണ്ട, കുറച്ച് മിക്സർ തരുമോ? ഇതെന്തുവാടാ, വീട് പണിയാൻ മണല് കോരിട്ടതാ? ആഹാ, സന്തോഷായി. ഞാൻ പോയിട്ട് കുറച്ച് കഞ്ഞി കുടിക്കട്ടെ. എന്റെ പൊന്നു നാട്ടുകാരെ, നമുക്ക് കുറച്ച് പാനിപ്പൂരി കഴിച്ചാലോ? ചേട്ടാ, ഒന്നുകൂടി നന്നായി ഇളക്കാം. അതെന്താ ചാടിപ്പോയത്? ദൈവമേ, അടുത്ത കട പിടിക്കാം. ആ മക്കളെ, എടാ മോനെ, ചേട്ടൻ അതെന്താ അതെന്താ മോനെ കാണിച്ച? ഓ, ടേസ്റ്റ് കിട്ടാനായിരിക്കില്ലേ? വേണ്ട വേണ്ട വേണ്ട. അതെന്താ ചേട്ടാ, നെഗത്തിലും മൈലഞ്ചിട്ടതോ? അവിടെ അതൊരു നല്ല തിരക്കുള്ള കട, ഇത് ഞാൻ പൊളിക്കും. ചേട്ടാ, 2 ചേട്ടാ, ഇത് വെച്ച ആവശ്യം വരും, അതുകൊണ്ടാ. അപ്പൊ ശരിട്ടാ. എന്റെ പൊന്നു നാട്ടുകാരെ, നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇവിടെ കഴിച്ചാലോ? ഞാൻ ചെറുപ്പത്തിൽ കൊതി കൊണ്ട് നക്കി തിന്നിരുന്ന കപ്പലണ്ടി മുട്ട എല്ലാം ഇട്ട് വരയ്ക്കണത്. ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്താ, വൃത്തി അത് ഗ്യാരണ്ടിയാണ്. ഓ, കപ്പലണ്ടി മുട്ടായി മടുത്തു, ഒരു ദോശ കഴിച്ചാലോ? ചേട്ടാ, എനിക്കൊരു എന്റെ പൊന്നു ചേട്ടാ, അത് ദോശമാവ് കലക്കണ്ട, പശുവിന് കാട് കലക്കണതാ. എന്ത് കുറവുണ്ടെങ്കിലും ചേട്ട ദോശയിൽ ഉപ്പ് കുറവുണ്ടാവില്ല. ദോശ തിന്നുള്ള മൂട് പോയി, കുറച്ച് ജിലേബി തിന്നിട്ട് വരാ. നല്ല അടിപൊളി ജിലേബി. ചേട്ടത് എങ്ങനെ ഉണ്ടാക്കിയ? ചേട്ടാ, ഒരു മിനിറ്റ്. ആ ജിലേബി ചേട്ടാ, ഇത് വർഷം 2026. ഇതാണ് കയ്യിൽ ചേട്ടൻ വെച്ചോ ജിലേബി? എനിക്ക് വേണ്ട. അപ്പൊ ശരി. ഓ, വല്ലാത്ത ദാഹം, എന്തെങ്കിലും ഒന്ന് കുടിക്കാ. സാമ്യേ, ഒരു മിനിറ്റ്. ആ കുടിക്കാൻ നേരത്തെ ഇത് നിലത്ത് വീണ്ടായിരുന്നു, അത് തരാൻ വന്നതാ. ഓ, അപ്പൊ ശരിട്ടാ. എന്റെ പൊന്നു നാട്ടുകാരെ, നമുക്ക് കുറച്ച് കേക്ക് കഴിച്ചാലോ? ചേട്ടാ, എന്നിട്ട് കൈ വെച്ച് സിമന്റ് കൂട്ടണതാ. ഓ, എന്നാലും ഒരു തരി ക്രീമ പുറത്തിടേണ്ട, കൈ പഠിച്ചിടാൻ കാണിച്ച മനസ്സ്. ഓ, ഫ്രഷ് കേക്ക് വേണ്ട ചേട്ടാ, ഞാനൊരു മാർബിൾ കേക്ക് കഴിച്ചോളാം. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടാ അത് കലക്കണോ ഇത് കുളിക്കണോ? എല്ലാം കഴിഞ്ഞാ കൈ ഒന്ന് പഠിച്ചിടാൻ കാണിക്കണ എന്റെ മനസ്സെന്റെ പൊന്നോ. ഓ, കണ്ടത് സന്തോഷം, ഞാൻ വേറെ എന്തെങ്കിലും കഴിച്ചോളാം. ചേട്ടാ, ഒരു മുട്ട തരും. സ്ഥലം ശരിയല്ല. മോളെ, വീട്ടിൽ വന്നിച്ചോ? ദൈവം, ഇതിപ്പോ വിശന്നിട്ട് എനിക്ക് ഒട്ടായ അവർക്ക് ഒട്ടായ. എന്റെ പൊന്നു പങ്ങളെ, വിശന്നിട്ട് വഴി വെച്ച് വന്നതാ. അപ്പൊ ശരിട്ടാ. എന്റെ പൊന്നു നാട്ടുകാരെ, നമുക്കൊരു സദ്യക്ക് പോയാലോ? ചേട്ടാ, 2 പീസ് ചിക്കൻ തരുമോ? ഈ പ്ലേറ്റില്. ചേട്ടാ, ചിക്കൻ എടുക്കാനാണ് കയ്യില്. ആ, ബെസ്റ്റ്. ചിക്കൻ വേണ്ട ചേട്ടാ, ഞാൻ കുറച്ച് നൂഡിൽസ് കഴിച്ചോളാം. ദൈവമേ, ഇവരാദ്യമായിട്ടാണ് നൂഡിൽസ് കാണുന്നത്. എടാ, എനിക്കും കൂടി വല്ല എന്താടാ, ഞാനും കല്യാണത്തിന് വന്നാടാ. എനിക്ക് തന്നെ നൂഡിൽസ് വേണ്ട, സദ്യ വേണ്ട. ഞാൻ പോണ തട്ടാണെന്ന് ഓംലെറ്റ് കഴിച്ചോളാം. അല്ല പിന്നെ ചേട്ടാ, ആ 2 പേരിലായിട്ട് മുട്ടയിൽ നോക്കി താളം പിടിക്കണോ?
ചേട്ടാ മുട്ട പൊരിക്കുന്നത് കരിയോയിലാണോ അതോ ടാറാണോ? അല്ല ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണേ. അമ്മ ചോറ് വെള്ളത്തിട്ടായിരുന്നോ? ഞാൻ ദേ വരുന്നു കേട്ടാ. എന്റെ പൊന്ന് നാട്ടുകാരി, നമുക്ക് ഇത്തിരി ഉണക്കമീൻ കഴിച്ചാലോ? എന്താ ചേട്ടാ ഇത് ചവിട്ട് നാടകത്തിന്റെ പ്രാക്ടീസോ? ഇത്രയും വൃത്തിയുള്ള ഉണക്കം എനിക്ക് വേണ്ട ചേട്ടാ. ഞാൻ കുറച്ച് മാംഗോ ജ്യൂസ് കുടിച്ചോ. എന്തുട്ടാ ചേച്ചി അവിടെ കോരി എടുക്കണേ? ഒന്നുമില്ലടാ മോനെ, മാംഗോ ജ്യൂസ് അടിച്ചപ്പോ കുറച്ച് താഴെ പോയതാ. ഓ അത്രേ ഉള്ളൂല്ലേ, ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു. മോനൊരു 5 മിനിറ്റ് ഇരുന്ന് ചേച്ചി ഇത് കോരിട്ടിട്ട് ഫ്രഷ് ജ്യൂസ് അടിച്ചേരാ. ഓ നടക്കട്ടെ നടക്കട്ടെ, ഞാൻ വേറെ എന്തെങ്കിലും തിന്നാൻ കിട്ടോ നോക്കട്ടെ. അങ്ങനെ ചൊറി അവിടെ ഉണ്ടോ? വെറുതെ ചൊറി. സ്ഥലം ശരിയല്ല. എന്റെ ദൈവമേ, ഞാനിത് പേതി ഊണ് കഴിച്ചില്ല. ഓ നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. ഐ നല്ല മിളക്. ചേട്ടാ കുറച്ച് മിളക് തരും, വീട്ടിൽ ചമ്മന്തി അരയ്ക്കാനാ. ഓ വേണ്ട ചേട്ടാ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പൊ ശരിട്ടാ.